ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണ്. സമയം കളയാതെ നമുക്ക് സ്റ്റോറി കേൾക്കാം. എൻ്റെ പേര് ആൽവിൻ. അല്ലു എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. വീട്ടിൽ മമ്മിയും ഞാനും മാത്രമേ ഉള്ളൂ. പപ്പ ഗൾഫിലാണ്. പപ്പയേക്കാൾ കൂടുതൽ മമ്മിയെയാണ് എനിക്കിഷ്ടം. അങ്ങനെ എനിക്ക് വലിയ ഫ്രണ്ട്സൊന്നുമില്ല. മമ്മിയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എല്ലാം. മമ്മിയോട് എനിക്ക് എന്തും ഓപ്പണായി സംസാരിക്കാനും പറ്റുമായിരുന്നു. പപ്പ വല്ലാത്തൊരു സ്വഭാവക്കാരനായിരുന്നു. മാർക്കൊക്കെ കുറഞ്ഞാൽ നല്ല വഴക്ക് പറയും. ഫ്രണ്ടിൻ്റെയൊക്കെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉള്ളതുകൊണ്ട് കൊതിയോടെ ഞാൻ നോക്കിയിട്ടുണ്ട്. പപ്പയോട് എനിക്കും ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ പഠിക്കുന്ന ടൈമിൽ അതൊന്നും വേണ്ട, പഠിക്കാനുള്ള ശ്രദ്ധ പോകും എന്നായിരുന്നു പപ്പ പറഞ്ഞത്. ഫോണൊന്നും എനിക്ക് തന്ന് വഷളാക്കരുത്, അവൻ പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മമ്മിയോട് താക്കീതും ചെയ്തു. ആളൊരു നല്ല പിശുക്കനാണ്. മമ്മിക്ക് എവിടുന്ന് കിട്ടി ഇങ്ങേരെ എന്നൊക്കെ ഞാൻ മമ്മിയോട് തമാശയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പോടാ, അങ്ങേരൊരു പാവമാ, അയാൾ കഷ്ടപ്പെടുന്ന കൊണ്ടാണ് നമ്മൾ നല്ല രീതിക്ക് ജീവിക്കുന്നത് എന്നൊക്കെ മമ്മി എന്നോട് പറയും. മമ്മിയെപ്പറ്റി പറഞ്ഞാൽ സിനിമാ നടി അന്നാരാജനെ പോലെ ഉണ്ടാവും. പേര് രാജി. മുഖസാമ്യം മാത്രമല്ല, എല്ലാം അന്നാരാജനെ കൂട്ടാണ്. നല്ല മുഖശ്രീയുമുള്ള ഒത്തൊരു സ്ത്രീ. ഒരു 40 അടുക്കാറായ അടാറ് ചരക്കെന്ന് പറയാം. പുറത്തേക്ക് പോകുമ്പോൾ കൂടുതലും ചുരിദാർ പോലുള്ളവയാണ് ഇടാറ്. അതും വലിയ ടൈറ്റില്ലാത്ത ടൈപ്പ്. കൂടെ ഷോളും ഇടും. സാരിയൊക്കെ ഉണ്ടെങ്കിലും മമ്മി അങ്ങനെ അതൊന്നും ഉടുക്കാറില്ല. കിടിലൻ ലുക്കാണ് മമ്മിക്ക് സാരി ഉടുത്താൽ. അതുടുത്ത് പുറത്തേക്കിറങ്ങിയാൽ പിന്നെ സാരിക്കിടയിലൂടെ മമ്മിയുടെ വയറും ലുക്കും ഒക്കെ കാണാൻ ആണുങ്ങളൊക്കെ പാടി നോക്കാറുള്ളത് കൊണ്ട് മമ്മി അങ്ങനെ അത് ഉടുക്കാറില്ല. പപ്പ സമ്മതിക്കാറില്ല എന്നതാണ് സത്യം. പപ്പ ഫോൺ വാങ്ങി തരാത്തത് കൊണ്ട് ആ സങ്കടം മാറാൻ മമ്മി ഗെയിം കളിക്കാനൊക്കെ എനിക്ക് ഫോൺ തരുമായിരുന്നു. അതായിരുന്നു എനിക്ക് ആശ്വാസം. പുറത്തേക്കൊന്നും അങ്ങനെ എന്നെ വിടാറില്ലായിരുന്നു. പപ്പ നാട്ടിൽ വരുമ്പോൾ ടൂറിന് പോകും. അതായിരുന്നു എൻ്റെ പുറം ലോകമായുള്ള ബന്ധം എന്ന് പറയാം. ഞാൻ +1 പഠിക്കുന്ന കാലത്താണ് മമ്മിയുടെ ചെറിയ ചുറ്റിക്കളികളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. കൂടുതൽ നേരം എനിക്ക് ഫോൺ തന്നിരുന്ന മമ്മി ഇപ്പോൾ ഫോൺ തരാൻ കുറച്ച് മടിയുള്ളതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഫോൺ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വന്ന് വാങ്ങുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മമ്മിയെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. മമ്മി പതിവില്ലാതെ ഫോണിൽ ആരോടോ മാറി നിന്ന് സംസാരിക്കുന്നതും എന്നെ കാണുമ്പോൾ കോള് കട്ടാക്കുന്നതും ചില ടൈമിൽ ഫോണിൽ ചാറ്റ് ചെയ്യുമ്പോൾ മമ്മിയുടെ മുഖത്തെ സന്തോഷവും നാണവും ചിരിയുമൊക്കെ കണ്ടപ്പോൾ അത് പപ്പയല്ല, വേറെ ആരോ ആണെന്ന് എനിക്കുറപ്പായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് മമ്മിയോട് എന്തും ചോദിക്കാനുള്ള ഫ്രീഡം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഹാളിലെ സോഫയിൽ ഇരുന്ന് പതിവ് പോലെ മമ്മി ആരോടോ ചാറ്റ് ചെയ്യുകയായിരുന്നു. ഞാൻ ഫോൺ ചോദിച്ചപ്പോൾ ഇപ്പോൾ തരാടാന്നും പറഞ്ഞ് വീണ്ടും ചാറ്റ് തുടർന്നു. ആരോടാ മമ്മി ഇത്ര ചാറ്റ് എന്ന് ഞാൻ സംശയഭാവത്തിൽ ചോദിച്ചു. എൻ്റെ ഫ്രണ്ടാടാ, മമ്മി പറഞ്ഞു. ഫ്രണ്ടോ അതോ കാമുകനോ? ഞാൻ തമാശയ്ക്ക് ചിരിച്ചോണ്ടാണ് ചോദിച്ചത്. കാമുകനോ? പോടാ. എന്തായാലും അതൊരു പെണ്ണല്ല എന്നെനിക്കറിയാം എന്ന് ഞാനും. അതെന്താ നിനക്ക് അങ്ങനൊരു ഉറപ്പ്? മമ്മിയുടെ മുഖത്തെ സന്തോഷം കണ്ടാൽ അറിയില്ലേ? ഓഹോ. മമ്മി പുരികമുയർത്തി എന്നെ നോക്കി. എന്നാ മമ്മി പറയണ്ട, പപ്പ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം. മമ്മി ഇപ്പോൾ ഭയങ്കര ചാറ്റിംഗ് ആണെന്ന്. ഡാ ചതിക്കല്ലേ, എന്നെ കൊലയ്ക്ക് കൊടുക്കുവോ നീ? എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു, എന്നാ സത്യം പറ, ആണോ പെണ്ണോ? ആണ് തന്നെയാടാ. ഫ്രണ്ട് തന്നെ ആണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പോടാ ഒന്ന്, അവൻ കുത്തി കുത്തി ചോദിക്കാൻ വന്നേക്കുന്നെന്നും പറഞ്ഞ് കൃത്രിമ ദേഷ്യം കാണിച്ച് ഫോൺ എനിക്ക് തന്നിട്ട് മമ്മി അടുക്കളയിലേക്ക് പോയി. മമ്മിയുടെ മുഖത്ത് നല്ല സന്തോഷം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ അതിൽ മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്തെന്ന് മനസ്സിലായി. ഞാൻ പിന്നെ അത് നോക്കാതെ ഗെയിം കളിക്കാൻ തുടങ്ങി.
ഒരു 20 മിനിറ്റ് പോലും ആയില്ല. അപ്പോഴേക്കും മമ്മി വന്ന് മതി കളിച്ചത്, ഇനി പിന്നെ തരാമെന്നും പറഞ്ഞ് ഫോൺ വാങ്ങി വീണ്ടും ചാറ്റ് തുടങ്ങി. മമ്മിക്ക് പുതിയ ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ എനിക്കാണ് കഷ്ടകാലം. ഞാൻ കുറച്ച് സങ്കടത്തിൽ പറഞ്ഞു കേട്ട് മമ്മി എന്നെ നോക്കി. നിനക്കെന്ത് കഷ്ടകാലം? ആകെ കുറച്ച് നേരം മമ്മി ആ ഫോൺ തന്നിരുന്നേ, ഇപ്പോൾ അതും ഇല്ലാതായില്ലേ? ഓ, അതാണോ നിൻ്റെ കുഴപ്പം? ഒരു ഫോൺ വാങ്ങിത്തന്നാൽ തീരാവുന്നതല്ലേ ഉള്ളിത്. മമ്മിയുടെ വായിൽ നിന്നത് കേട്ടപ്പോൾ ഞാൻ ഹാപ്പിയായി. പപ്പയോട് പറഞ്ഞ് വാങ്ങിത്തരുമോ? പിന്നെ പപ്പയോട് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കിട്ടും, നോക്കിയിരുന്നാൽ മതി. പിന്നെ മമ്മി വാങ്ങിത്തരുമോ? നിനക്ക് ഫോൺ കിട്ടിയാൽ പോരെ, ഞാൻ അങ്കിളിനോട് പറയാം. അങ്കിളോ? ഏതങ്കിൾ? എടാ പൊട്ട, എൻ്റെ ഫ്രണ്ടില്ലേ, അയാളോട്. പിന്നെ ഒരു കാര്യം, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. പപ്പ ഇതൊരിക്കലും അറിയരുത്. ഫോൺ വീട്ടിലുള്ളപ്പോൾ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. പപ്പ നാട്ടിൽ വരുമ്പോൾ ഫോൺ മാറ്റി വെക്കണം. വേറെ ആരും ഫോൺ വാങ്ങിയ കാര്യം അറിയരുത്. ഇങ്ങനെയായിരുന്നു മമ്മിയുടെ കണ്ടീഷൻസ്. ഇതൊക്കെ സമ്മതമാണെങ്കിൽ വാങ്ങിത്തരാം. ഫോൺ വാങ്ങിത്തരുവാണേൽ എന്തും ഞാൻ അനുസരിച്ചോളാം എൻ്റെ പൊന്നു മമ്മീന്നും പറഞ്ഞ് ഞാൻ മമ്മിയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു സൺഡേ ഞാൻ രാവിലെ ഉറങ്ങുമായിരുന്നു. അന്നേരം മമ്മി വന്ന് വിളിച്ചു. ഒരു സ്ഥലം വരെ പോകാനുണ്ട്, വേഗം കുളിച്ചൊരുങ്ങാൻ പറഞ്ഞു. കുറച്ച് നേരം കൂടെ കിടക്കട്ടെ മമ്മിയെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഫോൺ വേണേൽ മതിയെന്നും പറഞ്ഞ് മമ്മി പോയി. പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ. ഫോൺ എന്ന് കേട്ടതും ഞാൻ ചാടി എണീറ്റ് ഉഷാറായി കുളിച്ച് താഴേക്കിറങ്ങി. റൂമടഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ മമ്മി ഒരുങ്ങുമായിരിക്കും എന്നെനിക്ക് തോന്നി. കുറച്ച് കഴിഞ്ഞതും മമ്മി റൂം തുറന്ന് പുറത്തേക്ക് വന്നു. പതിവില്ലാതെ സാരിയായിരുന്നു വേഷം. ഞാൻ ചോദിച്ചപ്പോഴാണ് മമ്മി പറഞ്ഞത് ഇന്ന് മമ്മിയുടെ ഫ്രണ്ട് വരുന്നുണ്ടെന്നും ഫോൺ വാങ്ങാൻ മോളിലേക്ക് ചെല്ലാൻ പറഞ്ഞെന്നും. അയാൾക്ക് മമ്മിയെ സാരി ഉടുത്ത് കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഉടുത്തതെന്നും പറഞ്ഞു. അയാൾ പറഞ്ഞതനുസരിക്കാൻ അങ്ങേര് മമ്മിയുടെ കാമുകം വല്ലതും ആണോ എന്ന് ഞാൻ തമാശയ്ക്കൊന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആവാം എന്നായിരുന്നു മറുപടി. ഇനി കൂടുതലൊന്നും ചോദിക്കാതെ മോൻ വരാൻ നോക്കെന്നും പറഞ്ഞ് മമ്മി പുറത്തേക്കിറങ്ങി. പിറകെ ഞാനും. മോളിൽ ചെന്നപ്പോഴേക്കും മമ്മി അയാളെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് നേരെ എന്നെയും കൂട്ടി ഒരു ഫോൺ ഷോപ്പിലേക്ക് കയറി. ഒരു കുറഞ്ഞ ഗെയിമിംഗ് ഫോൺ എടുത്ത് ഇത് മതി മമ്മി എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞപ്പോഴേക്കും മമ്മിയുടെ അടുത്ത് ഒരു കറുത്ത് തടിച്ച ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ബോഡിയൊക്കെ നല്ല ഫിറ്റായിരുന്നു. അയാളുടെ പേര് ജോസ്. അയാളൊരു ജിം ട്രെയിനർ ആണെന്ന് പിന്നീട് മമ്മി പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ഈ കുറഞ്ഞ ഫോണാണോ മോൻ നോക്കിയത്? ഗെയിമൊക്കെ കളിക്കാൻ ഈ ഫോൺ മതിയാകുമോ എന്നും ചോദിച്ച് അയാൾ കടക്കാരനോട് കൂടിയ ഫോൺ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഐഫോൺ തന്നെ അയാൾ വാങ്ങിത്തന്നു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. മമ്മി അപ്പോൾ എന്നെ നോക്കി ചിരിച്ചു. ഇനി അങ്ങോട്ട് പലതിനും ഞാൻ കണ്ണടക്കേണ്ടി വരും, അതിനാണ് ഈ ഗിഫ്റ്റ് തന്ന് എന്നെ സന്തോഷിപ്പിക്കുന്നതെന്ന് മമ്മിയുടെ അപ്പോഴത്തെ ചിരിയിൽ നിന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കോഫി ഷോപ്പിൽ പോയി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ മമ്മിയുടെ ഇടുപ്പിൽ കൈ ചേർത്ത് വെച്ച് അയാൾ കുറച്ച് സെൽഫി എടുത്തു. ഞാൻ മുന്നിലുണ്ടായിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ മമ്മി അയാളോട് ഹാപ്പിയായി ശരീരത്ത് കൈവയ്ക്കാൻ നിന്നു കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്കത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല എന്ന് മനസ്സിലായി. ഞാനപ്പോൾ ഒന്നും ചോദിക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിയേറ്ററിൽ ഒരു ഫിലിം കാണാൻ കയറി. ഞാൻ നടുക്കും, അവർ അപ്പുറവും ഇപ്പുറവുമാണ് ഇരിക്കുന്നത്. ഞാൻ മനഃപൂർവ്വം നടുക്ക് തന്നെ ഇരുന്നതായിരുന്നു. അറിയാമല്ലോ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന്. മൂവി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മി ഒന്ന് ടോയ്ലറ്റിൽ പോയി വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ഫോണിൽ ഒരു കോൾ വന്നു. അയാൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് എന്നോട് ഞാനിപ്പോൾ വരാം, മോനിരുന്ന് മൂവി കണ്ടോ എന്നും പറഞ്ഞ് അയാളും പുറത്തേക്ക് പോയി. അരമണിക്കൂറായിട്ടും അവർ വരാഞ്ഞപ്പോൾ എനിക്കെന്തോ സംശയമായി.
അയാളും മമ്മിയും തമ്മിൽ എന്തേലും ഉണ്ടാകുമോ? അതിനാണോ അവർ പുറത്തേക്ക് പോയത് എന്നൊക്കെയായി മനസ്സിൽ. ഞാൻ നേരെ പുറത്തിറങ്ങിയെങ്കിലും അവരെ കണ്ടില്ല. ഞാൻ മമ്മിയെ വിളിച്ചു, ബട്ട് കോൾ എടുത്തില്ല. പിന്നെയും വിളിച്ചപ്പോൾ മമ്മി കോൾ എടുത്തു. മോനെ, ഞാൻ അങ്കിളിനൊരു ഡ്രസ് ഷോപ്പിലാണ്. മോൻ അവിടെ ഇരുന്ന് മൂവി കണ്ടോ? പെട്ടെന്ന് വരാൻ കേട്ടോ എന്ന് പറഞ്ഞ് കട്ടാക്കി. അത് കേട്ടപ്പോഴാണ് എനിക്കൊരാശ്വാസമായത്. ഞാൻ നേരെ പോയി മൂവി കണ്ടു. ഇൻ്റർവെൽ ആകുന്നതിന് മുന്നേ മമ്മി വന്നു. സ്നാക്സും കോളയും ഒക്കെ ആയാണ് വന്നത്. ഇവിടെ നല്ല ഡ്രസ്സൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അങ്കിളുമായി പുറത്തൊരു ഷോപ്പിൽ പോകുവാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോവുകയും ചെയ്തു. മൂവി കഴിഞ്ഞിറങ്ങിയിട്ടും അവർ വന്നിരുന്നില്ല. ഞാൻ വിളിച്ചപ്പോൾ ഇപ്പോൾ വരാം മോനെ എന്ന് പറഞ്ഞു. എവിടാ മമ്മി എന്ന് ചോദിച്ചപ്പോൾ ചില മൂളൽ ശബ്ദം മാത്രമാണ് ഫോണിൽ നിന്നും വന്നത്. പെട്ടെന്ന് കോൾ കട്ടായി. അത് കേട്ടപ്പോൾ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നി. ഞാൻ ആകെ ടെൻഷനായി. മമ്മിയെ വീണ്ടും വിളിച്ചെങ്കിലും കോൾ എടുത്തില്ല. പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞാണ് അയാളും മമ്മിയും വന്നത്. എന്നോട് പുറത്തേക്ക് വരാൻ പറഞ്ഞു. അങ്കിൾ പോകുന്ന വഴി ഡ്രോപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. വീട്ടിലേക്ക് എന്തായാലും ആക്കില്ല എന്ന് എനിക്കുറപ്പായിരുന്നു. വീട്ടിൽ CCTV ഉള്ളതുകൊണ്ട് ആരാ വന്നെന്നൊക്കെ പപ്പായോട് പറയേണ്ടി വരും. അതുകൊണ്ട് മമ്മി വീട്ടിലേക്ക് അയാളെ ക്ഷണിക്കില്ല എന്ന് എനിക്കുറപ്പായിരുന്നു. മമ്മിയും അയാളും ഫ്രണ്ടിലും ഞാൻ പിറകിലുമാണ് കയറിയത്. കാറ് കുറച്ച് നീങ്ങിയതും കോള വേണോ മമ്മീന്ന് ഞാൻ ചോദിച്ചു. മമ്മി അത് വാങ്ങി കുടിക്കാൻ തുടങ്ങിയതും അയാൾ എന്തോ പറഞ്ഞു. ഒന്ന് പോ മനുഷ്യ എന്നും പറഞ്ഞ് മമ്മി അയാൾക്ക് ഒരു നുള്ളു കൊടുത്തോണ്ട് 2 പേരും ചിരിച്ചു. എന്താന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലാന്ന് മമ്മി പറഞ്ഞു. നിന്റെ മമ്മി ഷാർജ ഷേക്ക് കുടിച്ചിട്ടും ദാഹം മാറില്ലേന്ന് ചോദിച്ചതാണ് എന്ന് അയാൾ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാറിലിരുന്ന് ചിരിയും കളിയും. പെരുമാറ്റത്തിൽ അസ്വാഭാവികതയുണ്ട്. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് മമ്മിയോട് ഓപ്പണായി ചോദിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കാറിൽ വെച്ച് നന്നായി കൂടിയിട്ട് മൂടായ ശേഷം അവർ റൂമെടുക്കാൻ പോയതായിരിക്കും. ഡ്രസ്സ് എടുക്കാൻ പോയതല്ല എന്നും എൻ്റെ CID മനസ്സ് കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ഇതിൻ്റെയൊക്കെ സത്യം അറിയണേൽ ഇനിയുള്ള ഇവരുടെ ചാറ്റ് കണ്ടേ മതിയാവൂ. അതിന് മമ്മിയുടെ വാട്സാപ്പ് എൻ്റെ ഫോണിലേക്ക് കയറ്റിയേ പറ്റൂ. ഞാൻ മമ്മിയുടെ ഫോൺ വാങ്ങാൻ തന്നെ പ്ലാൻ ചെയ്തു. ഫ്രണ്ട്സിൻ്റെ നമ്പരും ഗെയിമും കയറ്റാനാണെന്നും പറഞ്ഞ് ഫോൺ വാങ്ങി മമ്മി അറിയാതെ വാട്സാപ്പ് എൻ്റെ ഫോണിലേക്കും കൂടെ ആക്കി. അയാൾ അന്ന് ഞങ്ങളെ വീടിനടുത്തുള്ള ടൗണിലാക്കിയിട്ട് പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് മമ്മിയോട് ഇതൊക്കെ എങ്ങനെ ചോദിച്ചു തുടങ്ങണം എന്നായിരുന്നു മനസ്സിൽ. അങ്ങനെ അന്ന് ഈവനിങ് ഞങ്ങൾ ഹാളിലെ സോഫയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ പുതിയ ഫോണിലും മമ്മിയുടെ ഫോണിൽ കാറ്റിലുമായിരുന്നു. ഞാൻ പതിയെ മമ്മിയുടെ മടിയിൽ പോയി കിടന്നു. മമ്മി ഭയങ്കര ചാറ്റിംഗ് ആണല്ലോ. പോടാ ചെക്ക, അങ്ങനെ എപ്പോഴും ഒന്നുമില്ല. ചാറ്റ് തുടർന്നുകൊണ്ട് മമ്മി പറഞ്ഞു. ഇപ്പോഴും ഒന്നുമില്ലാന്ന് എന്നോട് തന്നെ പറ കേട്ടോ. ഫ്രണ്ടാന്ന് ഇനി എന്നോട് കള്ളം പറയാനൊന്നും നിൽക്കേണ്ട. ഞാനിന്ന് കണ്ടേയല്ലേ അയാളുമായുള്ള മമ്മിയുടെ അടുപ്പമൊക്കെ. എന്തടുപ്പം ഉണ്ടായെന്നാ നീ പറയുന്നേ? ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളടാ. പിന്നെ ശരീരത്തൊക്കെ ടച്ച് ചെയ്ത് ഫോട്ടോ എടുക്കുന്നത് ഫ്രണ്ട്ഷിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ? അതിനിപ്പോൾ എന്താ? അതിനൊന്നുമില്ല. മമ്മി എന്നോട് കള്ളം പറയില്ലെന്നാ എൻ്റെ വിശ്വാസം. അതുകൊണ്ട് മമ്മി എന്നോടെല്ലാം തുറന്ന് പറയണം. എന്താ നിനക്കറിയണ്ടേ? നീ ചോദിക്കുക. ഞാൻ ഓപ്പണായി എല്ലാം ചോദിക്കും കേട്ടോ. നീ ചോദിക്കടാ. ഞാൻ നിൻ്റെ മമ്മി മാത്രമല്ലല്ലോ, ബെസ്റ്റ് ഫ്രണ്ടും കൂടെയല്ലേ. എന്നാ പറ. അയാൾ ആരാ മമ്മിയുടെ? അയാൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ഫ്രണ്ട് മാത്രമോ? ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. ഞാൻ പറയട്ടെടാ, അത് എൻ്റെ ഫ്രണ്ടാണ്, പിന്നെ എൻ്റെ കാമുകനുമാണ്, പിന്നെ ആരൊക്കെയോ ആണ്. പോരെ? അത് പറയുമ്പോൾ മമ്മിക്കൊരു കൂസലും ഇല്ലാത്തത് എന്നെ അത്ഭുതപ്പെടുത്തി.
അപ്പോൾ മമ്മി പപ്പേനെ ചതിക്കുവാണല്ലേ? എന്ത് ചതി? നിന്റെ പപ്പാക്ക് കാശ് മതിയല്ലോ, അതല്ലേ അവിടെ പോയി കിടക്കുന്നേ. പപ്പയിൽ നിന്നും കിട്ടേണ്ടതൊക്കെ അയാൾ എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് അയാളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അയാളുമായി സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണോ? പോടാ, അങ്ങനെയൊന്നുമില്ല. പിന്നെ അയാൾ മമ്മിയുടെ അരയിൽ കൈ ചുറ്റി പിടിച്ച് സെൽഫി എടുത്തപ്പോൾ മമ്മി എതിർക്കാത്തതെന്താ? അതിത്ര വലിയ കാര്യമാണോടാ? അപ്പോൾ കിസ്സടിച്ചത് നീ കണ്ടിരുന്നേലോ. കിസ്സടിച്ചോ? ആ, അത് ചെയ്തു. പിന്നെ ഞാൻ ഉള്ള കാര്യം പറയാം, പിന്നെ എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ ശരിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ന് കാറിൽ വെച്ച് കിസ് ചെയ്തു, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാനത് കേട്ടതും ആകെ മൊത്തത്തിൽ തളർന്ന പോലെയായി. മമ്മി ഇതെന്തൊക്കെയാ പറയണേ? ഉള്ളത് തന്നെയാ പറഞ്ഞേ. പിന്നെ നിന്റെ പപ്പയേക്കാൾ ജീവനാണ് അയാൾ എനിക്കിന്ന്. പിന്നെ നിന്നെ എനിക്ക് ജീവനാണ്. അതുകൊണ്ടാണ് നിന്നോടെല്ലാം പറഞ്ഞത്. നീ ഇതാരോടേലും പറഞ്ഞാൽ ഞാൻ അയാളുടെ കൂടെ പോകും. മമ്മി ഒരു താക്കീത് പോലെയാണ് എന്നോട് പറഞ്ഞത്. മമ്മി, എനിക്ക് പേടിയാകുന്നു. മമ്മി ആദ്യമായി ഇന്നാണോ അയാളെ കാണുന്നത്? അതേടാ, ഇന്നാണ് ആദ്യമായി മീറ്റ് ചെയ്തത്. ഫോൺ വിളി ഉണ്ടായിരുന്നു. ഇനി നീ ഒന്നും ചോദിക്കരുത്. എന്നാലും മമ്മി, പാൽപ്പായസം പോലുള്ള പപ്പയെ വിട്ടിട്ട് ഈ ഉണക്കമുന്തിരി പോലുള്ള അയാളെ പ്രേമിക്കാൻ മമ്മിക്ക് വട്ടുണ്ടോ? പപ്പയുടെയും അയാളുടെയും കളർ വെച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് മമ്മിക്ക് മനസ്സിലായി. പോടാ ചെക്കാവുന്ന. പാൽപ്പായസത്തെക്കാളും ശരീരത്തിന് നല്ലത് സ്റ്റാമിന തരുന്ന ഉണക്കമുന്തിരി തന്നെ ആടാന്നും പറഞ്ഞ് മമ്മി ചിരിച്ചോണ്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. കൊച്ചിലെ തൊട്ട് മമ്മിയുടെ ഒപ്പം നടന്നതുകൊണ്ട് തന്നെ ഞാൻ മമ്മിയുടെ അടിമയായിരുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ മമ്മിയെ എതിർത്ത് സംസാരിക്കാനോ ഇഷ്ടങ്ങൾക്കെതിര് പറയാനോ എനിക്കാവുമായിരുന്നില്ല. എന്നാലും മമ്മി അയാളുമായി വേറൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞത് എനിക്കത്ര വിശ്വാസമില്ലായിരുന്നു. ഫോൺ കട്ട് ചെയ്യുന്നതിന് മുന്നേ കേട്ട ചില മൂളൽ ശബ്ദവും കുറേ നേരം അവർ മാത്രമായി പോയതുമെല്ലാം എൻ്റെ മനസ്സിൽ കിടന്ന് പുളയാൻ തുടങ്ങി. അരുതാത്തത് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇനിയൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി എങ്ങനെയും അത് അറിയണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ നേരത്തെ മമ്മിയുടെ വാട്സാപ്പ് എൻ്റെ ഫോണിലും കയറ്റിയത് നോക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ അതിൽ അയാളുമായല്ല മമ്മി ചാറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. മമ്മിയുടെ ഫ്രണ്ടിനോടായിരുന്നു അതിലെ ചാറ്റ്. എന്തായാലും അങ്കിളുമായി മമ്മി ചാറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ ഞാൻ ആദ്യം അവരുടെ ചാറ്റാണ് നോക്കിയത്. അന്നൊരു 8 മണിയൊക്കെ ആയപ്പോൾ മമ്മി അയാൾക്ക് മെസ്സേജ് അയച്ചു. ഹായ്, എവിടെയാണ്? പോയിട്ടൊരു വിവരവും ഇല്ലല്ലോ. കുറച്ച് നേരം റിപ്ലൈ ഇല്ലാതായപ്പോൾ വീണ്ടും മമ്മി മെസ്സേജ് അയച്ചു. കാര്യം കഴിഞ്ഞപ്പോൾ എന്നെ വേണ്ടാതായോ? അതിനും കുറേ നേരം റിപ്ലൈ ഇല്ലായിരുന്നു. പിന്നെ അയാളുടെ മെസ്സേജ് വന്നു. അതേടി, കാര്യം പറഞ്ഞ് ഞാൻ മുങ്ങിയതാണ്. അങ്ങനെ താൻ പോകില്ല എന്ന് എനിക്കറിയില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ എല്ലാം തന്നത്. എവിടായിരുന്നു നിങ്ങൾ? ഞാൻ ഉറങ്ങിപ്പോയടി. ഇത്രയും നേരമോ? നല്ല ക്ഷീണമായിരുന്നടോ. അമ്മാതിരി പണിയല്ലേ നീ കാണിച്ചേ? ഞാനെന്ത് കാണിച്ചെന്ന്? എന്തേ, കാണണോ നീ എന്താ ചെയ്തേന്ന്? വീഡിയോ അയക്കട്ടെ? അത് കളഞ്ഞില്ലേ? അതൊക്കെ ഞാൻ കളയുമോ മോളെ? ഓ, ഇയാളെ കൊണ്ട് തോറ്റല്ലോ. നേരിട്ട് തരുന്നില്ലേ, പിന്നെന്തിനാ ഇനി വീഡിയോയും കാണുന്നേ? അത് കാണുന്ന രസം അറിയണേൽ കണ്ടു നോക്കണം പോലെ. ഞാൻ അയക്കാം. വേണ്ട, എനിക്കെങ്ങും വേണ്ട. അപ്പോഴേക്കും അയാൾ ഒരെണ്ണം അയച്ചിരുന്നു. ഞാനത് എടുത്തു നോക്കി. മമ്മിയും അയാളും കാറിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു. ക്യാമറ ഓണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മമ്മി അയാളെ കിസ് ചെയ്യുന്നു. അതായിരുന്നു ഫസ്റ്റ് വീഡിയോ. അങ്കിൾ ചോദിച്ചു, കണ്ടോ? എങ്ങനുണ്ട് കണ്ടിട്ട്? എനിക്കെന്തോ പോലെ. മൂടായോ നിനക്ക്? ചെറുതായിട്ട്. നല്ല പോലെ മൂടാക്കട്ടെ?
എന്നാ ഇതുകൂടെ കാണ്. അയാൾ വീണ്ടും ഒരു വീഡിയോ അയച്ചു. അതിൽ മമ്മിയും അയാളും കാർ ഒരു റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് വേറെ എവിടെയോ ആണ്. ഫ്രണ്ട് സീറ്റിൽ മമ്മിയും അയാളും. ചുരിദാറാണ് മമ്മിയുടെ വേഷം. മമ്മിയുടെ ഷോൾ എടുത്ത് സൈഡ് ഗ്ലാസ് മറച്ചിട്ടുണ്ട്. ആരേലും വരുമോ പേടിയാണെന്നൊക്കെ മമ്മി പറയുമ്പോൾ കുഴപ്പമില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് അയാൾ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യമായാണ് നേരിട്ട് കണ്ടത് എന്നുള്ളതൊക്കെ പച്ചക്കള്ളമാണ് മമ്മി പറഞ്ഞത്. ആ വീഡിയോ തീർന്നതും ജൂനിയർ ആൽവിൻ ഉണർന്നു. മമ്മിയും കാമുകനുമായുള്ള അവിഹിതത്തിന് ഞാൻ അഡിക്റ്റ് ആയ പോലെ ആയിരുന്നു. വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിൽ ഞാൻ അവരുടെ തുടർന്നുള്ള ചാറ്റ് നോക്കി. അങ്കിൾ ചോദിക്കുന്നു, കണ്ടോ വീഡിയോ? മമ്മി മറുപടി പറഞ്ഞു. നിനക്ക് ഓർമ്മയുണ്ടോ ആ ദിവസം? മറക്കാൻ പറ്റുമോ? ഫസ്റ്റ് മീറ്റ് എന്നെ പിഴയാക്കിയ ദിവസമല്ലേ? അങ്കിൾ, അന്നത്തോടെ അല്ലേ നിനക്ക് ഞാനില്ലാതെ പറ്റാതായത്, നിന്റെ പേടി മാറിയത്? മമ്മി, ഒന്ന് പോടോ, അതൊക്കെ ഓർമ്മിപ്പിക്കാതെ. അങ്കിൾ, അങ്ങനാണോ? എന്നാ ഇതൊക്കെ കണ്ടു നോക്ക്. അതും പറഞ്ഞ് അങ്കിൾ കുറച്ച് ഫോട്ടോ അയച്ചു. ആദ്യത്തെ അങ്കിളുമായുള്ള അംഗം കഴിഞ്ഞുള്ള മമ്മിയുടെ മാറ്റം കാണാനായി ഞാൻ ആ ഫോട്ടോസ് എല്ലാം നോക്കി. ഞാൻ തരിച്ചിരുന്നു പോയി. എല്ലാം ഗംഭീര യുദ്ധത്തിൻ്റെ ഫോട്ടോസാണ്. പല പല കളർ ചുരിദാർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, 1-2 തവണയല്ല മമ്മി അയാളുടെ കൂടെ കാറിൽ പോയേക്കുന്നതെന്ന്. അതും കഴിഞ്ഞ് ബാക്ക് ടു ബാക്ക് ഫോട്ടോസ് വരാൻ തുടങ്ങി. ഇതെല്ലാം വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തതാണ് എന്നവരുടെ ചാറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായി. മമ്മി ഞാൻ ഉദ്ദേശിച്ച പോലല്ല, നല്ല ഒന്നാം തരം വിളഞ്ഞ ആൾ തന്നെയാണ്. അങ്കിളിനെ സന്തോഷിപ്പിക്കാൻ എന്തും ചെയ്യുമെന്ന മൈൻഡാണ് മമ്മിക്ക്. അതുകൊണ്ട് ഈ ബന്ധത്തെ ഇനി എതിർത്തിട്ട് കാര്യമില്ല. മമ്മി അയാളുടെ കൂടെ ഇറങ്ങി പോകാനും മടിക്കില്ല. അതും നേരത്തെ എന്നോട് പറഞ്ഞതുമാണല്ലോ. അതുകൊണ്ട് ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന പോലെ നിൽക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അവരപ്പോഴും ചാറ്റിലായിരുന്നു. പപ്പ വിളിക്കുമ്പോൾ ബിസി കാണിച്ചാൽ സംശയമായാലോ എന്ന് കരുതി അത് കഴിഞ്ഞ് കോൾ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ചാറ്റ് ചെയ്തത്. അങ്കിൾ, എടി നിന്റെ കെട്ടിയോൻ ഇപ്പോഴെങ്ങാനും വിളിക്കുമോ? മമ്മി, ഞാൻ അയാളെ ഒന്ന് വിളിച്ചിട്ട് വരാം. മമ്മി അതും പറഞ്ഞു പോയി. എങ്കിലും 3 മിനിറ്റ് ആയപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു. അപ്പോൾ അങ്കിൾ തിരിച്ച് ചോദിച്ചു, വിളിച്ചില്ലേ അവനെ? മമ്മി പറഞ്ഞു, വിളിച്ചു. തലവേദനയായി കിടക്കുവാണ്, നാളെ വിളിക്കാമെന്നും പറഞ്ഞ് ഞാൻ വെച്ചു. അങ്കിൾ, അത് നന്നായി, അല്ലെങ്കിൽ നമ്മുടെ ടൈം വെറുതെ പോയേനെ. ഓരോരോ രസിപ്പിക്കുന്ന സംഭാഷണം നടത്തി അവരുടെ ചാറ്റ് പുരോഗമിച്ചു കൊണ്ടിരുന്നു. അങ്കിൾ പറഞ്ഞു, നീ എന്ന വീഡിയോ കോൾ വാടി, നല്ല പോലെ ചാറ്റാ. മമ്മി, വീഡിയോ കോൾ വന്ന് ഓരോന്ന് പറഞ്ഞാലൊന്നും പോരാ എൻ്റെ പൊന്നെ, നീ നേരിട്ട് വാ. അങ്കിൾ, അത്രയ്ക്ക് മൂടായി നിൽക്കുവാണോ എൻ്റെ ചക്കര? എന്നാ വീഡിയോ കോൾ വാ, ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. മമ്മി, ഇങ്ങനെയൊക്കെ എന്നെ മൂടാക്കിയിട്ട് വീഡിയോ കോളിലൂടെ വന്ന് എൻ്റെ ആഗ്രഹങ്ങൾ തീർക്കാൻ പറ്റുമോ തനിക്ക്? അങ്കിൾ, ഇല്ല എന്നെനിക്കറിയില്ലേ പൊന്നെ. മമ്മി, എന്നാ വാടോ, ഞാൻ തനിക്ക് വേണ്ടി കാത്തിരിക്കാം. ആ മെസ്സേജിൻ്റെ കൂടെ മമ്മി ഒരു പിക്ക് അയച്ചു. മുടി സൈഡിലേക്ക് വകഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ. അങ്കിൾ പറഞ്ഞു, പൊന്നെ, ഇത് കണ്ടിട്ട് അങ്ങോട്ട് വരാൻ തോന്നുന്നു. മമ്മി, എന്നാ വാടോ. ഞാൻ വരും കേട്ടോ, നീ തമാശയ്ക്ക് പറയല്ലേ. തമാശയൊന്നുമല്ല, താൻ ഇങ്ങോട്ട് വാ. എനിക്കിനി താനില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ലൊക്കേഷൻ അയക്കാം, വേഗം വാ. ഇത്രയും നേരം ഞാനിതൊക്കെ മമ്മി ചാറ്റിംഗ് ഉഷാറാക്കാൻ വേണ്ടി അയാളെ മൂഡാക്കാൻ പറഞ്ഞതാണെന്നാണ് കരുതിയേ. പക്ഷേ മമ്മി അയാൾക്ക് വീടിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തപ്പോഴാണ് ഇത് കാര്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലായത്. മമ്മി പറഞ്ഞു,
എടോ, താൻ എൻ്റെ വീടെത്താറാവുമ്പോൾ വിളിക്ക്. ഞാൻ പറഞ്ഞിട്ട് അകത്തേക്ക് വന്നാൽ മതി. CCTV ഓഫ് ചെയ്യണം. അങ്കിൾ: ഓ, ഓക്കെ. പിന്നെ മോനില്ലേ അവിടെ? അവൻ കാണാതെ എങ്ങനെ കയറും അകത്തോട്ട്? അവൻ അറിഞ്ഞാലും കുഴപ്പമില്ല. അവന് നല്ല ഡൗട്ടുണ്ട്. എന്ത് ഡൗട്ട്? നമ്മൾ തമ്മിൽ എന്തേലുമൊക്കെ ഉണ്ടായോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. അയ്യോ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? കിസ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അവൻ ഭയങ്കര ഓപ്പണാണ് എന്നോട്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകും അവനോട്. എന്ത് പറയാൻ? ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുക എന്ന്. അവൻ പ്രശ്നം ഉണ്ടാക്കുവോ? ഉണ്ടാക്കിയാൽ ഞാൻ ഇറങ്ങിപ്പോകും എന്നവനെ പറഞ്ഞ് പേടിപ്പിച്ചേക്കുക. ഞാൻ അങ്ങനെ അവനോട് പറഞ്ഞത്. അങ്കിൾ, എന്തായാലും അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. അങ്ങനെ ഇപ്പോൾ ചാടിപ്പോരാൻ നിൽക്കണ്ട. മമ്മി: അതെന്താ? ഞാൻ വന്നാൽ എന്നെ കൊണ്ടുപോകില്ലേ? അതല്ലടി, ഇങ്ങനെ കട്ട് തിന്നുന്നതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാ. ഓ, അതെനിക്കറിയാം മോനെ. ഇതൊക്കെ വേണേൽ എൻ്റെ പൊന്ന് വേഗം വാ, ഒരു സർപ്രൈസ് തരാം. എന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ട്, വേഗം വരാൻ നോക്ക് പൊന്നെ. ഞാൻ ദേ എത്തിപ്പോയി. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കാകെ പരിഭ്രമമായി. ആരേലും ഇതറിഞ്ഞാൽ അതോടെ തീരുമെല്ലാം. പക്ഷേ മമ്മിയുടെ എതിർപ്പ് പറഞ്ഞാൽ മമ്മി ചീത്തപ്പേര് കേൾപ്പിച്ചിറങ്ങി പോകുമോ? അതോ പേടിപ്പിക്കാൻ മാത്രം പറഞ്ഞതാവുമോ? മമ്മിയുടെ ഓരോ കോപ്രായം കണ്ടിട്ട് ഒന്നും ഉറപ്പിക്കാൻ എനിക്കാവുമായിരുന്നില്ല. പോരാത്തതിന് ഇതൊക്കെ അറിഞ്ഞിട്ടും എനിക്കും എന്തോ പോലൊക്കെ ആവാനം തുടങ്ങി. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഞാൻ നിന്നപ്പോഴേക്കും മമ്മി വന്ന് കതകിൽ മുട്ടി. ഞാൻ വാതിൽ തുറന്നതും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, താഴേക്ക് വരാൻ പറഞ്ഞു. ഞാൻ മമ്മിയുടെ കൂടെ മുകളിലെ എൻ്റെ റൂമിൽ നിന്നും ഹാളിലെ സോഫയിലിരുന്നു. നിനക്ക് മമ്മിയാണോ പപ്പയാണോ കൂടുതൽ ഇഷ്ടം? ഇതായിരുന്നു മമ്മി ആദ്യം എന്നോട് ചോദിച്ചത്. അതെന്താ മമ്മി അങ്ങനെ ഒരു ചോദ്യം? മമ്മിയല്ലേ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നേയും. അതുകൊണ്ടല്ലേ മമ്മിക്കൊരു അഫെയർ ഉണ്ടെന്നറിഞ്ഞിട്ടും ഞാൻ അതിലൊന്നും എതിര് പറയാത്തത്. അതെനിക്കറിയാം. എൻ്റെ സന്തോഷമാണ് നിനക്ക് വലുതെന്ന്. അല്ലെങ്കിൽ ഒരു മക്കളും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ നിനക്കറിയാലോ, നിൻ്റെ പപ്പ ഒരു മുരടനാണ്. അങ്ങേരുടെ കൂടെ നിന്നാൽ നിനക്കൊരു ഫ്രീഡവും ഉണ്ടാവില്ല. വെറുതെ അടിമേനെ പോലെ നിൽക്കേണ്ടി വരും. നീ ഇനിയും എൻ്റെ കൂടെ നിന്നാൽ നിനക്കതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ നിനക്ക് നീ ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു ഫോൺ കിട്ടി. അതേപോലെ പലതും മമ്മി വാങ്ങിത്തരും. പക്ഷെ ഒരു കാര്യം. എന്ത്? നീ ഇനി ഒരിക്കലും എൻ്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കരുത്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മമ്മിയും അയാളും തമ്മിലുള്ള ബന്ധത്തിന് ഞാൻ എതിരെ നിൽക്കരുതെന്നാണെന്ന്. പിന്നെ മമ്മി പറഞ്ഞ പോലെ പപ്പ ഒരു മുരടനാണ്. പപ്പയുടെ കൂടെ നിന്നാൽ എനിക്കൊരിക്കലും സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല. ഒരുമാതിരി പട്ടാളച്ചിട്ടിയിൽ ജീവിക്കേണ്ടി വരും. അത് നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ മമ്മിയുടെ ഇഷ്ടത്തിന് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന് നല്ലതെന്ന് എനിക്കും തോന്നിയിരുന്നു. മമ്മി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനൊന്നും മനസ്സിലായില്ല എന്ന രീതിയിൽ ചോദിച്ചു. എടാ, വേറൊന്നുമല്ല. നിനക്കറിയാലോ, നിൻ്റെ പപ്പ എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു പെണ്ണിന് പണവും പത്രാസും മാത്രം പോരല്ലോ. കിട്ടേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെ എനിക്കിപ്പോൾ തരാൻ എൻ്റെ ജോസേട്ടനുണ്ട്. എനിക്കിപ്പോൾ അയാളെ പിരിയാൻ പറ്റണില്ല. പിന്നെ നീ ചോദിച്ചില്ലേ ഞങ്ങൾക്കിടയിൽ ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന്. മമ്മി അങ്ങനെ ഡീപ്പായിട്ടല്ല, പക്ഷേ ഇന്ന് ചെറുതായിട്ട് എന്തോ സംഭവിച്ചത് മാത്രമേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്. പക്ഷേ ജോസേട്ടൻ ഇപ്പോൾ അതിന് താല്പര്യമുണ്ടെന്നും പറയുന്നു. ഇങ്ങോട്ട് വരട്ടെ എന്നും ചോദിച്ചു. കുറേ നിർബന്ധിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. അയാൾ ഇപ്പോൾ വരും.
മൂപ്പിച്ച് അയാളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് എന്നോട് കള്ളത്തരം പറയുന്ന കേട്ട് ഞാൻ ഉള്ളിൽ ചിരിച്ചു. എന്തായാലും ഇനി മമ്മിയെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങും. ഇതൊക്കെ എങ്ങനെ തുടങ്ങി, എത്ര നാളായി എന്നൊക്കെ എനിക്കും അറിയണമല്ലോ. എന്തായാലും ഞാനും സപ്പോർട്ട് ചെയ്യുന്നതല്ലേ. മമ്മി, ഞാൻ എല്ലാത്തിനും മമ്മിയുടെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ മമ്മി എന്നോട് കള്ളത്തരം പറയരുത് കേട്ടോ. അതിന് ഞാൻ നിന്നോട് കള്ളത്തരമൊന്നും പറഞ്ഞില്ലല്ലോ. മമ്മി അയാളെ ഇന്നാണോ ആദ്യമായി കാണുന്നത്? അതേടാ, ഇന്നാണ് ആദ്യമായി കാണുന്നത്. ഇന്ന് തമ്മിൽ കണ്ടു, ഇന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഇതൊക്കെ കള്ളമല്ലല്ലേ? ഞാൻ വിശ്വസിക്കണമല്ലേ? ഞാൻ ചിരിച്ചു. ഉള്ളതല്ലേ പറഞ്ഞത്. നിനക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്. എനിക്ക് നിന്നോട് കള്ളത്തരം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ഞാൻ വിശ്വസിച്ചു. ദേ, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് മമ്മി മാറ്റി പറയണമെന്ന് തീരുമാനിക്കുക. ഞാൻ എൻ്റെ ഫോണിൽ അവരുടെ വാട്സാപ്പ് ചാറ്റ് എടുത്ത് നീട്ടി. അത് കണ്ടതും മമ്മി ഒന്ന് ഞെട്ടി. അതിലേക്ക് നോക്കി മിണ്ടാതെ ഇരുന്നു. ഞാൻ തുടർന്ന്, ഇതിനു മുമ്പും കുറേ തവണ പോയിട്ടുണ്ട് മമ്മി അയാളുടെ കൂടെയല്ലേ? ഇന്നും പോയി റൂം എടുത്തതല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞേ? ആദ്യമായിട്ടാണ് കാണുന്നേ, ഞങ്ങളും തമ്മിലൊന്നുമില്ല. ഇപ്പോഴും മമ്മി പറഞ്ഞിട്ടല്ലേ അയാൾ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. ഇത്രയും നേരം എന്നോട് പറഞ്ഞത് കള്ളമല്ലേ? ഇനിയെങ്കിലും മമ്മി സത്യം പറ. ഞാനും അറിയണ്ടേ, ഞാൻ കൂടെ നിൽക്കുന്നില്ലേ മമ്മിയുടെ സന്തോഷത്തിന് വേണ്ടി. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ മമ്മി ഫോണിൽ ചാറ്റ് സ്ക്രോൾ ചെയ്യുകയായിരുന്നു. എന്നിട്ട് ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു, ഒരാളുടെ പേഴ്സണൽ ചാറ്റൊക്കെ ഇങ്ങനെ ചോർത്തി നോക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അതെനിക്കറിയാം. പക്ഷേ മമ്മീനെ എനിക്ക് നല്ല ഡൗട്ടായിരുന്നു. അങ്കിളിൻ്റെ കൂടെ മമ്മി പോയിട്ട് തിരിച്ചു വരാൻ താമസിച്ചപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മമ്മിയുടെ ചാറ്റൊക്കെ നോക്കേണ്ടി വന്നത്. സോറി. അവൻ്റെ ഒരു സോറി. നീ ആ വീഡിയോയും ഫോട്ടോയും ഒക്കെ കണ്ടോടാ ചെക്ക? മമ്മി ആകെ ചമ്മിയ അവസ്ഥയിലാണ് എന്നോട് ചോദിച്ചത്. നടന്നു. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഈ ചാറ്റും പിക്കും എല്ലാം കളഞ്ഞേക്ക്. എൻ്റെ വാട്സാപ്പിൽ നിന്നുള്ള ലിങ്ക് ഞാൻ കളഞ്ഞോളാം. അതൊക്കെ ചെയ്യാം. പക്ഷേ മമ്മി, എനിക്കറിയണമില്ല. ഇനി എന്തറിയാനാടാ നിനക്ക്? ഇതെന്ന് തുടങ്ങി, എങ്ങനെ തുടങ്ങി, എത്ര നാളായി മമ്മി അയാളുടെ ഒപ്പം പോകാൻ തുടങ്ങിയിട്ട്? ഇതൊക്കെ നിനക്കെല്ലാം അറിഞ്ഞേ പറ്റുള്ളൂ. മമ്മിയുടെ മുഖത്ത് അപ്പോഴും ചമ്മൽ മാറിയിട്ടുണ്ടായിരുന്നില്ല. അറിയണം. പറ മമ്മി. പറയാം. ജോസേട്ടനെ പരിചയപ്പെട്ടത് ഒരു ഡേറ്റിംഗ് ആപ്പിൽ വെച്ചാണ്. കുറേ പേരെ അതിൽ പരിചയപ്പെട്ടായിരുന്നു. മിക്കവരും കാര്യം കാണാൻ വേണ്ടി മാത്രമാണെന്ന് തുടക്കം തന്നെ മനസ്സിലായി. അതിൽ ജോസേട്ടൻ മാത്രമായിരുന്നു വേറെ ഒന്നും പറയാതെ കൂടുതൽ ഫ്രണ്ട്ലി ആയത്. അയാളോട് സംസാരിക്കുമ്പോൾ എന്നെ ഉള്ളിൽ സന്തോഷവും ഒരു കെയറിംഗ് ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ നമ്പർ ഷെയർ ചെയ്തു. മമ്മി അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു കോൾ വന്നു. എത്തിയോ? അവിടെ നിന്നോ, ഞാൻ വിളിക്കാം, എന്നിട്ട് പോന്നാൽ മതി. അത് പറഞ്ഞ് മമ്മി കോൾ കട്ടാക്കി. ജോസേട്ടൻ എത്തിയിട്ടുണ്ട്. നീ ഒന്ന് CCTV ഓഫാക്കിത്താ. മമ്മിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷവും തിടുക്കവും ഒക്കെ ആയിരുന്നപ്പോൾ. അതൊക്കെ ഞാൻ ചെയ്യാം. മമ്മി ബാക്കി കൂടെ പറ. ഇല്ലെങ്കിൽ പിന്നെ കാര്യം കഴിഞ്ഞാൽ മമ്മി പറയില്ല. ഈ ചെക്കൻ്റെ കാര്യം. എടാ, അത് കഴിഞ്ഞ് കോൾ വിളിയായി. പതിയെ ഓരോ ടോക്കായി. പിന്നെ വീഡിയോ കോൾ വരെ എത്തി. ജോസേട്ടനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് 3 മാസം മുന്നേ നാട്ടിൽ വന്നു. ഞാൻ കാണാൻ പോയി. ഒരു കോഫി കുടിച്ച് പിന്നെ നിർബന്ധിച്ചപ്പോൾ കാറിൽ കയറി. ഇടയ്ക്ക് വെച്ച് ആളില്ലാത്ത സ്ഥലത്തൊതുക്കി ഞങ്ങൾ കിസ് ചെയ്തു. എന്നിട്ടെന്താ? നീ വീഡിയോയിലും ചാറ്റിലും ഒക്കെ കണ്ടില്ലേ? അത് തന്നെ. പിന്നെ റൂം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. പേടിയായിരുന്നു എനിക്കപ്പോൾ. പിന്നെ വീഡിയോ കോളിലൂടെ ജോസേട്ടൻ എന്നെ കൺവിൻസ് ചെയ്തു. ഒരു തവണ ഞാൻ തയ്യാറായി. അങ്ങനെ ജോസേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ എസ്റ്റേറ്റിൽ പോയി. പിന്നെ ഇന്ന് നിന്നെ തിയേറ്ററിൽ ഇരുത്തിയിട്ട് കാർ പാർക്കിങ്ങിൽ പോയതാ ഞങ്ങൾ. ഇതൊക്കെ പറയുമ്പോൾ മമ്മിയുടെ മുഖത്ത് നല്ല സന്തോഷം കയറുന്ന പോലെ തോന്നി. മുഖത്ത് നല്ല പ്രസന്നത, കൂടുതൽ സുന്ദരി ആയതുപോലെ തോന്നി. സത്യം പറഞ്ഞാൽ മമ്മി ഇത്രയും ഓപ്പണായി പറയുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ വാ പൊളിച്ച് നിന്നുപോയി. നീ വാ പൊളിച്ച് നിൽക്കാതെ CCTV ഓഫാക്കാൻ നോക്ക്. എൻ്റെ മമ്മി, ഞാൻ നിങ്ങളുടെ മോനല്ലേ? എന്നോടാണോ ഇതൊക്കെ ഓപ്പണായി പറയുന്നത്?
ഓ എന്ത് മോൻ, നീ ഇതൊക്കെ കണ്ടപ്പോൾ മമ്മിയാണെന്ന് ചിന്തിച്ചില്ലല്ലോ. എന്തായാലും നിന്നോട് തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിനൊരാശ്വാസമായി. വല്ലാത്ത വീർപ്പുമുട്ടലായിരുന്നു ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട്. സംസാരത്തിനിടയ്ക്ക് ഞാൻ CCTV ഓഫാക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ജോസങ്കിൾ വന്നു. മമ്മി അയാൾക്ക് കുടിക്കാനുള്ളതൊക്കെ കൊടുത്തു. കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞു പോയി. അപ്പോൾ ഞാനും അങ്കിളും മാത്രമായി ഹാളിൽ. അയാൾ എന്നെ വിശേഷങ്ങൾ തിരക്കി. ഞാനതിന് മറുപടിയും കൊടുത്തു. മമ്മി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലപ്പോൾ ചെയ്യുന്നത് തെറ്റാണോ എന്ന് കുറ്റബോധമുണ്ടായി തുടങ്ങി. പക്ഷേ മമ്മിക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല എന്ന് മമ്മി കുളി കഴിഞ്ഞൊരുങ്ങി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. മമ്മി അപ്പോൾ വന്നത് കല്യാണത്തിന് മമ്മി ഉടുത്ത അതേ സാരിയിലും വേഷത്തിലുമായിരുന്നു. പപ്പ കെട്ടിക്കൊടുത്ത താലിമാല അപ്പോഴും മമ്മിയുടെ കഴുത്തിലുണ്ടായിരുന്നു. അന്ന് മോൻ ഫുഡ് എടുത്ത് കഴിച്ചിട്ട് കിടന്നോളൂ കേട്ടോ എന്നോട് പറഞ്ഞിട്ട് മമ്മി അയാളോടൊപ്പം ബെഡ്റൂമിൽ പോയി. പപ്പയോടൊപ്പം മാത്രം അന്തി ഉറങ്ങിയിട്ടുള്ള മമ്മി ആ റൂമിലേക്ക് അന്യപുരുഷനോടൊപ്പം പോയി വാതിലടച്ചതും നോക്കി ഞാൻ ഹാളിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഈ സ്റ്റോറി എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു അടിപൊളി സ്റ്റോറി ആയിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.